ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ആ മോർണിംഗ് ആക്ടിവിറ്റി നമ്മളെല്ലാവരെയും പ്രേക്ഷകരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അൻസിബ ഇന്നലെ അൻസിബയുടെ ഒറ്റൊരു വാക്ക് കൊണ്ട് നോറ മിണ്ടാണ്ട് പോയോണ്ട് ഒന്നും മിണ്ടാൻ പറ്റില്ല നോറയ്ക്ക്. അതുപോലെയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയണമെന്ന് വെച്ചാൽ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ, നിങ്ങളെ ഇത്ര ദിവസം നിന്ന എക്സ്പീരിയൻസ് വെച്ച് എന്താണ് വിലയിരുത്താനുള്ളതെന്ന് പറഞ്ഞ് ഒരു ആക്ടിവിറ്റിയാണ്. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നവർക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ എപ്പോഴും. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ പറഞ്ഞു, ഇത്ര ദിവസം നിന്ന് വെച്ച് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് വെച്ച്. അപ്പോൾ ആദ്യം തന്നെ വേറെ കുറച്ചൊക്കെ പറഞ്ഞു. അപ്പം അൻസിബയുടെയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധ പറ്റിയത്. അൻസിബ വന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ അതിലിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും സ്ക്രിപ്റ്റഡ് ആണ്. ഫേക്ക് ഉണ്ട്, റിയൽ ഉണ്ട്, പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്ന ആൾക്കാരുണ്ട്, അകത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പല ടൈപ്പ് ആൾക്കാരുണ്ട്. പലരും പല രീതിയിലാണ് പെരുമാറുന്നത്. ഒരിക്കലും ബിഗ് ബോസ് സ്ക്രിപ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ആൾക്കാരുടെ സ്വഭാവങ്ങൾ പലതും പല രീതിയിലാണ്. പലരും പല സീസൺസ്, ആദ്യമുള്ള സീസൺസ് എല്ലാം അരച്ച് കലക്കി അനലൈസ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പല ക്യാരക്ടേഴ്സും നടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അൻസിബ പറഞ്ഞാണ്, പക്ഷേ ഇവരൊന്നും ആയിരിക്കില്ല വിന്നേഴ്സ്. ഇവിടുത്തെ വിന്നേഴ്സ് ആവുന്നതെല്ലാം ജെന്യൂനായ റിയലായ ആൾക്കാർ മാത്രമേ വിന്നേഴ്സ് ആവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ സീസൺ 1 മുതൽ നോക്കിയ വിന്നേഴ്സ് ആയ ആൾക്കാരെല്ലാം ജെന്യൂനായ ആൾക്കാർ തന്നെയാണ്. ജനങ്ങളെ, പുറത്തുള്ള ജനങ്ങളെ ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല. കുടുംബത്തിനെ, ജനങ്ങളെ ആർക്കും നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല. നിങ്ങളെക്കാളും ബുദ്ധിയും ബോധവുമുള്ള ആൾക്കാരായിരിക്കും അവർ. നിങ്ങൾ സ്ക്രിപ്റ്റ് കളിച്ചാലും ഫേക്ക് കളിച്ചാലും എന്ത് കളിച്ചാലും ജനങ്ങൾക്ക് അത് മനസ്സിലാവും. അത് അൻസിബ പറഞ്ഞ ആ പോയിന്റ് ശരിക്കും പക്ക ജെന്യൂൻ പോയിന്റ് തന്നെയാണ്. എന്നുവെച്ചാൽ പലരെയും ഇൻഡയറക്റ്റ് ആയിട്ട് ആട്ടി വിട്ടതാണ് അൻസിബ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അഭിനയിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ ആക്ടിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർക്കൊക്കെ വീട്ടുകാർ കാണുമ്പോൾ അത്രയും ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ അൻസിബ പറയുന്നുണ്ട്. പിന്നെ വേറെ കാര്യം പറയണ്ടേ, ഇപ്പോൾ ഇവിടെ പലതരം ആൾക്കാരുണ്ട്, പല രീതിയിൽ അഭിനയിക്കുന്ന ആൾക്കാർ, പല പല ക്യാരക്ടേഴ്സ് ഫേക്കായിട്ട് റിയലായിട്ട് പല രീതിയിലും അനലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ കൊടുക്കണ മെസ്സേജ് അത് നല്ല മെസ്സേജ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും റോങ് മെസ്സേജ് കൊടുക്കരുത്. ജനങ്ങൾ പൊട്ടന്മാരല്ല, ജനങ്ങൾ അത് വിലയിരുത്തും. അതിനനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് ആരും വെറുതെ ബിഗ് ബോസ് ഒരിക്കലും ജയിപ്പിച്ച് വിടൂല. ഇപ്പം ഞാൻ നിൽക്കണമെങ്കിലും നിങ്ങൾ നിൽക്കണമെങ്കിലും എല്ലാം ജനങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം, ജനങ്ങൾക്ക് നമ്മളുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ജനങ്ങളെ പറ്റിച്ചോ ജനങ്ങളെ മണ്ടന്മാരാക്കി, നമ്മളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരാണ് ജനങ്ങൾ. ഒരിക്കലും പറ്റൂല. അത് ശരിക്കും പറഞ്ഞാൽ ഈ നോറക്കും ജാസ്മിനും കിട്ടിയൊരു കൊട്ടാണ്. ശരിക്കും പറയാം, ഇൻഡയറക്റ്റ് ആക്കി കിട്ടിയ കൊട്ട് തന്നെയാണ്. ഇന്നലെ നോറക്ക് കിട്ടി ആ കൊട്ട്, അതുപോലെ തന്നെയാണ് ജാസ്മിന്. പിന്നെ പറയണ്ടല്ലോ, ജാസ്മിന് ഇഷ്യൂസ് എന്താണെന്ന് അറിയില്ല. അത് എല്ലാം കൂടി പുറത്തുള്ള ആൾക്കാർക്കും വീട്ടിലുള്ളവർക്കും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് മെയിനായിട്ട് പറയണത് ഈ അൻസിബ. നമ്മൾ വെറുതെ ഇൻസ്പിറേഷനാണ് മറ്റേതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻസ്പിറേഷൻ ആണെങ്കിൽ അതിനെ കാര്യങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ഇൻസ്പിറേഷൻ്റെ ഐ എന്ന വാക്കിനും പോലും വിലയില്ലാത്ത ആകരുത് ഒരിക്കലും ആ പറയുമ്പോൾ. അത് മെയിനായിട്ട് നോറക്കിട്ടാണ് കൊട്ടയെ ഒട്ടണത്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞുള്ള അത് നോറക്കിനെ കൊട്ടയെ. പിന്നെ ബിഗ് ബോസ് ഇവിടെ നമ്മളെ കൊണ്ടുവന്നത് സെലക്ട് ചെയ്തിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ഇവിടെ പണിയെടുക്കും എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ബിഗ് ബോസ് കൊണ്ടുവന്നത്, പണിക്ക് കൊണ്ടുവന്നത്. അതിനനുസരിച്ച് സാലറിയും ശമ്പളവും ബിഗ് ബോസ് തരുന്നുണ്ട്. അല്ലാണ്ട് വെറുതെ കൊണ്ടുവന്ന് കയറ്റി വരുന്നതല്ല ബിഗ് ബോസ്. അതിനനുസരിച്ചൊരു കാലിബറും എല്ലാ ക്വാളിറ്റിയും ഉള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുക. അവർക്ക് അറിയാം ആൾക്കാർ എന്ത് ചെയ്യും, എവിടം വരെ പോകും, എല്ലാം ബിഗ് ബോസിനെ അറിയാം. അതങ്ങനെ കൊണ്ടുപോയി സെലക്ട് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ശമ്പളം തന്നെ, അല്ലാണ്ട് വെറുതെ വന്ന് പണിയെടുക്കുകയൊന്നുമല്ല. അതൊക്കെ പക്ക ജെന്യൂൻ പോയിന്റ് ആയിട്ടാണ് അൻസിബ ഓരോ കാര്യങ്ങളും വന്ന് പറയണത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബിഗ് ബോസ് അവരുടെ പ്ലാനറ്റ് പോലെയാണ്. ഇവിടുത്തെ ആൾക്കാരെല്ലാം എലിയൻസിനെ പോലെ. എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം ഇൻവിസിബിൾ ആണ്, ആരെയും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർ വരുന്നു, അവർ ഫുഡ് കഴിക്കുന്നു, പോകുന്നു, ടാസ്ക് ചെയ്യുന്നു, ആരോടും മിണ്ടാനോ ഒന്നും പറ്റത്തില്ല, അവരോടുള്ളൊരു സ്നേഹം പ്രകടിപ്പിക്കാനോ ഒന്നും പറ്റില്ല. അവരുടേതായ കാര്യം അവരുടെ രീതിയിൽ പോകുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞത്. സാധാരണ ബിഗ് ബോസ് എല്ലാ സീസണിലും ഒരു തീരാമോണ സമയമാകുമ്പോൾ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്നൊരു ആ മെസ്സേജ് അവിടുത്തെ കണ്ടസ്റ്റന്റ് കൊണ്ടോ പുറത്തു വന്ന ആരെങ്കിലും കൊണ്ടോ എങ്ങനെ ബിഗ് ബോസ് കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ആ തീരാമണ സമയമാകുമ്പോൾ നല്ല വിമർശനം ഉണ്ടാവും. ഇതെന്താ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്, ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ സീസണിലും വിമർശനമുണ്ട്. അപ്പം ഇവിടെ കൊടുത്ത രീതി, ആ പറഞ്ഞ കാര്യം പക്ക, അതാണ് അൻസിബ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല കാലിബർ ഉള്ള ഒരാളാണ് കണ്ടസ്റ്റൻ്റ് അൻസിബ. പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും അൻസിബനെ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, പല ആൾക്കാർ. അത് ആരുടെ ഫാൻസാന്ന് ഞാൻ പറയണ്ടല്ലോ.
അവരും. പക്ഷെ അത് ഓർക്കണം, അൻസിബ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ടോപ്പ് 5 കയറണ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ചെയ്യും. അതിൽ ഞാൻ പറഞ്ഞു ടോപ്പ് 3 നിൽക്കുന്ന ആളായിരുന്നു അൻസിബ. പക്ഷെ അത്രയും കാലിബർ ഉണ്ട് പുള്ളിക്കായിരിക്കും. പക്ഷെ അത് പുറത്ത് അങ്ങനെ എപ്പോഴും ഓപ്പൺ ആക്കൂല, ആ സമയമാകുമ്പോൾ ഓപ്പൺ ആക്കും. ഇന്നലെ നോറായിട്ട് പ്രശ്നം ഉണ്ടാക്കി, ഒറ്റൊരു വാക്ക് പറഞ്ഞ് ആ ഫാമിലിനെ കുറിച്ചുള്ള വാക്ക് പറഞ്ഞ്, അപ്പം ആ പോയിന്റിൽ തന്നെ എല്ലാം വീണു. നോറക്ക് തിരിച്ച് മറുപടി പറയാനും പറ്റണില്ല, ഇറങ്ങി ഓടാനും പറ്റൂല, ആ അവസ്ഥ ആയി. ഇപ്പം ഇന്ന് പറഞ്ഞത് സ്ക്രിപ്റ്റഡ്. ഈ സ്ക്രിപ്റ്റഡിൽ തന്നെ പലർക്കും കിട്ടിയൊരു ഒരു ആപ്പാണ്, പ്രത്യേകിച്ച് നോറ ജാസ്മിൻ. ഈ കഴിഞ്ഞ അവരുടെ പെർഫോമൻസും കാര്യങ്ങളും പുറത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ അൻസിബ പറഞ്ഞത് അവർക്കറിയാം ഇവർ എന്ത് ചെയ്താൽ പുറത്ത് എങ്ങനെ മെസ്സേജ് വരും, ഇവരെന്ത് കാണിച്ചാൽ പുറത്ത് എന്ത് വരും, എങ്ങനെ അത് ഇവിടെ എന്ത് ചെയ്യണം, എവിടെ നല്ലവനാവണം, എവിടെ മോശമാവണം, ഇതൊക്കെ എല്ലാം അതൊക്കെ അറിയാം. അതാണ് അൻസിബ പുറത്ത് പറയണത്. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ജനങ്ങൾ റിയലൈസ് ചെയ്യണത്, അതൊക്കെ എല്ലാം ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം. അതാണ് അൻസിബ പറയണത് മെയിനായിട്ട്. പക്ഷേ ഈ പോയിന്റിലൂടെ, ഈ സ്പീച്ചിലൂടെ അൻസിബ എന്ന ആളുടെ ഫാൻ ബേസ് നല്ലപോലെ പീക്ക് ലെവൽ ഹൈ ഉറപ്പാണ്. അത് ലൈവ് കണ്ടവർക്ക് ഓക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ലൈവ് കാണാത്ത ആൾക്കാർക്ക് എപ്പിസോഡ് കാണുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഹൈ ഡോസ് കേൾക്കുന്നത്. ഹൈ ഡോസ് വോൾട്ടേജ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഐറ്റമാണ് പക്ക. എന്തായാലും ടോപ്പ് 5 ഉറപ്പായിട്ട് വരുന്ന ആളാണ് അൻസിബ, ഉറപ്പായിട്ടും. ചില ഇനിയുണ്ട്, പക്ഷെ പുള്ളിക്കാർ മൊത്തത്തിൽ ഇറക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇനിയുണ്ട്, കാലിബർ നല്ല പോലെ ഉണ്ട്.